ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യയെ കാണാതായപ്പോ ഞാൻ എല്ലാവരോടും തിരക്കി. ആർക്കും അറിയില്ലായിരുന്നു. താൻ ആരോടും പറഞ്ഞില്ലേ? പറയണമെന്ന് തോന്നിയില്ല. അമ്പലത്തിലേക്ക് പോയതാ? അല്ല, ഹരിയെ കാണാനാ. വഴിയിൽ വെച്ച് ഞങ്ങളെ സിഐ കണ്ടിരുന്നു. പരസ്പരം കാണാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുള്ള മറുപടി ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ദേഷ്യമുണ്ടല്ലോ, അതിപ്പോ എന്നോട് സംസാരിക്കുമ്പോഴുണ്ട്. എന്റെ നിത്യയെ വേണ്ട നിത്യ അതൊന്നും. ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് ഞാൻ വീട്ടിലുണ്ടാവുമ്പോ മതി. ഇത് പൊതുസ്ഥലമാണ്. ഇവിടെ ആർക്കും ആരുടെയും ഭീഷണി കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. അതെ, ഭീഷണിപ്പെടുത്താനാണെന്ന് നിത്യയോട് ആരാ പറഞ്ഞേ? ഞാനതൊക്കെ എന്നെ അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ കുറെ ആലോചിച്ചു. എന്റെ വാശി, എന്റെ ജയം, അതൊക്കെ മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹരിയെ നിത്യയും പിരിക്കാന്ന് പറയുന്നത് എന്നെ കൊണ്ടല്ല, ദൈവത്തിനെ കൊണ്ടുപോലും സാധിക്കില്ലല്ലോ. അങ്ങനെ പരസ്പരം ജീവിക്കാൻ ഒരു ഭാഗ്യം വേണം. ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നെ കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും. എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ പല തവണ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോഴൊക്കെ അതിന്റെ പിറകില് നിങ്ങളൊരു ചതി വരാറുണ്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ല ഇത് കേട്ടു നിൽക്കാൻ. നിത്യ, എനിക്ക് പറയാനുള്ളത് ഒന്ന് മുഴുവൻ കേക്ക്. താൻ ഇരിക്കേ. ഞാൻ സിഐയെ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്റെ കംപ്ലൈന്റ് ഞാൻ പിൻവലിച്ചു. നിത്യയ്ക്ക് ഇനി ഹരിയെ കാണാം. എവിടെ വെച്ച് വേണമെങ്കിലും കാണാം. ആരും തടയുമില്ല, ചോദ്യം ചെയ്യില്ല. പറഞ്ഞത് വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനതങ്ങ് എഴുതി വാങ്ങിച്ചു. ഞാനത് തരാം. ഇത് വായിച്ചു കഴിയുമ്പോൾ നിത്യയ്ക്ക് ബോധ്യപ്പെടും. മുഴുവൻ വായിക്കേ. ഇനി ഇതാണ് നിത്യയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. എങ്ങനെയുണ്ട്?